ആട് 3 ഇപ്പോൾ കണ്ടിട്ട് വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയാം നോമ്പൊക്കെ ആയിട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറേ നാളുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല രീതിയിലൊന്ന് ഡൗൺ ആയിരുന്നു, മൊത്തത്തിൽ ഒരു എനർജി ഡൗണും. പിന്നെ അതുപോലെ തന്നെ ഈ രാവിലെ എഴുന്നേക്കുന്ന കാരണം, അതൊരു 4 മണി 3:30 4 മണിക്കൊക്കെ എഴുന്നേക്കുന്ന കാരണം പിന്നെ ഉറക്കമൊന്നും ശരിയാവില്ല. അത് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങിയാൽ ഉറക്കം വരാറില്ല. ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ ഒരു മൂടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞു പിന്നെ ബാക്ക് ടു ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് പോയി സിനിമ കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ആട് 3 കാണാൻ പോയി. ദുരന്തര ഇതുവരെ കണ്ടിട്ടില്ല, അടുത്ത ദിവസം അതും പോയി കാണണം. ആട് 3 നമ്മളെപ്പോഴും പോകുന്ന പോലെ പാൻ സിനിമാസിൽ വൈകുന്നേരം 3:50 ഷോയ്ക്കാണ് പോയത്. അപ്പോൾ ആട് 3 വരുമ്പോൾ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് സിനിമ പാരഡൈസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഗ്രൂപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ പേര് കണ്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കണ്ടൊരു പേരാണ് രോഹിത് KP എന്ന് പറയുന്നത്. എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ രോഹിത് KP അന്ന് ആ ഗ്രൂപ്പിൽ അറിയപ്പെടുന്നത് പറഞ്ഞാൽ മമ്മൂട്ടി ഫാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ ഒരു സമയത്ത് ഈ ട്രോളിലൊക്കെ ഒന്ന് നിന്നിരുന്ന രോഹിത് KP ഒക്കെ ആട് ഫസ്റ്റ് പാർട്ടിനകത്ത് ടീഷർട്ടിനകത്ത് രോഹിത് KP എന്ന് തന്നെ. അപ്പോൾ ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സായിട്ട് വരാം. ഫസ്റ്റ് ഷാജി പാപ്പൻ എടുക്കാൻ നേരത്ത് നമുക്കറിയാം ജയസൂര്യയ്ക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഓരോരു ക്യാരക്ടറാണ് ഈ ഷാജി പാപ്പൻ എന്ന് പറയുന്നത്. പുള്ളിയുടെ മാനറിസം, പുള്ളിയുടെ എക്സ്പ്രഷൻസ്, പുള്ളിയുടെ കൗണ്ടേഴ്സ് നമുക്ക് വേറൊരു ആക്ടറിനെ ആ ഒരു റോളിലേക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അടിപൊളിയായിട്ട് ജയസൂര്യ ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴും ആ ഒരു മീറ്റർ ആട് ഫസ്റ്റിനകത്തുള്ള അതേ മീറ്റർ പിടിച്ച് ഇതിനകത്ത് തന്നെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ആട് സീക്വൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ആട് ഫസ്റ്റിനകത്ത് ഒരു ബ്ലാക്ക് ജുബ്ബ, അതുപോലെ തന്നെ ഒരു റെഡ് കളർ മുണ്ട്. ആട് 2 വന്നപ്പോൾ ഈ റെഡ് കളർ മുണ്ടിന് തന്നെ ഡബിൾ സൈഡ് മുണ്ട് പോലെയും ഒരു ലൈൻ പോലെയൊക്കെ ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു. ജയസൂര്യയുടെ ഭാര്യയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഇതിനകത്തേക്ക് വരുമ്പോൾ കോളറിന് കളർ വ്യത്യാസം, പിന്നെ എന്തോ ലൈൻസ് പോലെയൊക്കെ ആഡ് ചെയ്തു. അപ്പം അങ്ങനെ ഓരോ പാട്ട് വരുമ്പോഴും കോസ്റ്റ്യൂംസിൽ ഡിഫറൻസ് കൊണ്ടുവരുന്നുണ്ട്. ബാക്കി ഹെയർ സ്റ്റൈൽ, ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ. മൂങ്ങ എന്ന് പറയുന്ന ക്യാരക്ടർ മാറ്റിയിട്ട് മൂങ്ങയുടെ അനിയൻ മൂസയായിട്ട് ഫുക്രുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കകത്ത് വലിയ ആവശ്യമില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു ഫുക്രുവിൻ്റെ ക്യാരക്ടർ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത, ഒരു ക്യാരക്ടറൈസേഷനും ഇല്ലാത്ത, ചുമ്മാ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന ക്യാരക്ടർ. ചിലപ്പോൾ ഇതിൻ്റെ ഭാവിയിലുള്ള സീക്വൽസ് ഒക്കെ വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും 2 ഇൻട്രോസ് ഉണ്ട്. ഇപ്പം ഓൾറെഡി ഇതൊരു ടൈം ട്രാവൽ സിനിമയാണെന്ന് നിങ്ങൾക്കിപ്പം അറിഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട്. മാത്രമല്ല സിനിമ റിലീസായിട്ട് ഇപ്പം 3-ാമത്തെ ദിവസമാണ്. വ്യാഴം, വെള്ളി, ശനി, ഇങ്ങനെ 4-ാമത്തെ ദിവസമാണ്. സോ ഓൾമോസ്റ്റ് എല്ലാവരും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പാസ്റ്റിലുള്ള ക്യാരക്ടറിന് ഒരു ഇൻട്രോ ഉണ്ട്, പ്രസന്റിലുള്ള ക്യാരക്ടറിൻ്റെയും ഇൻട്രോ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് മേജറായിട്ട് BGM കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെല്ലാം ഓൾമോസ്റ്റ് 2 ഇൻട്രോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സർബത്ത് ഷമീറിനും അങ്ങനെ ഒരു ഇൻട്രോ ഉണ്ട്. സർബത്ത് ഷമീറിൻ്റെ ഇതിനകത്തുള്ള ഇൻട്രോ ഉണ്ട്. അപ്പോൾ സിംഗം മൂവിയിൽ സൂര്യയുടെ ഒരു ഷോട്ട് എനിക്ക് ഒരു റിസംബ്ലൻസ് തോന്നി. അതായത് ഒരു വില്ലൻ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ പുറകെ ഓടിപ്പോയിട്ട് മുന്നിൽ കയറിയിട്ട് ഇങ്ങനെ അടിക്കുന്ന തരത്തിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം. പക്ഷെ ഒരു ഡിഫറൻ്റ് ആയിട്ട് വേറെ രീതി ചെയ്തേക്കും. സർബത്ത് ഷമീറിന്റെ സിഗ്നേച്ചറായി കൊടുത്ത് വേറൊരു രീതിയിലുള്ള സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അറക്കിൽ അബു, ക്യാപ്റ്റൻ ക്ലീറ്റസ്, സാത്താൻ സേവിയർ, ആശാൻ, PP ശശി, ആശാൻ, പിന്നെ കുറേ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇതിനകത്ത് മിസ് ചെയ്യുന്നുണ്ട്. മാമുക്കോയുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ ചെമ്പം വിനോദിന്റെ ക്യാരക്ടർ. ചെമ്പം വിനോദിൻ്റെയൊക്കെ ഫസ്റ്റ് പാർട്ടിലുണ്ടായത് നല്ലൊരു ക്യാരക്ടറായിരുന്നു. ആ ഒരു പോലീസ് സ്റ്റേഷൻ സീനിൽ സർബത്ത് ഷമീറിൻ്റെ അടുത്ത് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ചിരിച്ചൊരു സീനായിരുന്നു. ആ ഒരു സ്ഥാനത്തിനൊക്കെ ചെമ്പം വിനോദിനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് തിരിച്ചു കൊണ്ടുവരായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടറിനൊക്കെ നമ്മൾ മിസ് ചെയ്തു. പിന്നെ ഈ സിനിമയിൽ ടോട്ടൽ കുറേ ഇൻട്രോ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ എന്ന് പറയുന്നത് സാത്താൻ സേവിയറിൻ്റെ ഒരു ഇൻട്രോ ആണ്. ഒരു തീപ്പൊരു സാധനം ഇൻട്രോ ആയിരുന്നു. അതായത് ശരിക്കും നമുക്ക് ഈ ഗൂസ് ബംസ് എന്നൊക്കെ പറയത്തില്ല, ആ ടൈപ്പ് ഒരു സാധനം വന്നൊരു ഇൻട്രോ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ടുള്ള അവസ്ഥയെന്ന് കാണിക്കുന്നുണ്ട്. ആ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അങ്ങനെ 3 കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പം പാസ്റ്റിലും പ്രസന്റിലും ഈ പറയുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പം ഈ സാത്താൻ സേവിയറിന്റെ പാസ്റ്റ് ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മുടെ ബാലയാണോ സണ്ണി വെയിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നതെന്നാണ്. കാരണം ഈ സാത്താൻ സേവിയറിന്റെ ഒരു പാരമ്പര്യം നിങ്ങൾക്കറിയാമല്ലോ. സാത്താൻ സേവിയറിന്റെ അപ്പൂപ്പനെ ആട് ഫസ്റ്റ് പാർട്ടിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു സണ്ണി വെയിൻ തന്നെ കുറച്ചുകൂടി ഒരു ഫോറിനർ ടച്ചുള്ള സണ്ണി വെയിനാണ്. ഇവരെല്ലാം ഒരു ഇംഗ്ലീഷ് പാരമ്പര്യമുള്ള, സായിപ്പ് പാരമ്പര്യമുള്ള തലമുറയാണ്. ഇപ്പോൾ സണ്ണി വെയിനേക്കാളും കുറച്ചുകൂടി ഒരു സായിപ്പ് ടച്ചാണ് സണ്ണി വെയിൻ്റെ അപ്പൂപ്പനെ ഫസ്റ്റ് പാർട്ടി കാണിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു 10 തലമുറയ്ക്ക് മുമ്പുള്ള സണ്ണി വെയിൻ്റെ ഒരു പൂർവികനെ ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സണ്ണി വെയിൻ എന്ന് പറയുന്നത് പ്യുവർ സായിപ്പാണ്. പക്ഷെ അത് ഒട്ടും കൺവിൻസ് ആയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു ഇന്ത്യൻ മിക്സ് സായിപ്പ് സണ്ണി വെയിനും സണ്ണി വെയിൻ്റെ അപ്പൂപ്പനെ കാണിച്ച് ഓക്കെ, നമുക്കത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷെ ഒരു പ്യുവർ സായിപ്പ് എങ്ങനെയാണ് ഒരു സൗത്ത് ഇന്ത്യൻ സ്കിൻ ടോണിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് കുറച്ചൊരു ഇതടിച്ചു. അത് കുറച്ച് ഇപ്പം നമ്മൾ മേക്കപ്പ് ഒക്കെ ഒരുപാട് ഡെവലപ്പായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ സായിപ്പ് ഔട്ട്ലുക്കിൽ തന്നെ മേക്കപ്പ് ചെയ്തെടുക്കായിരുന്നു. അതുപോലെ തന്നെ സായിപ്പ് പറയുന്ന മുറി മലയാളം, ആ മലയാളം കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബാലയാണോ ഡബ് ചെയ്തെന്ന് തോന്നി. ഞാൻ കളിയാക്കി പറയുന്നതല്ല. 300 കോടി രൂപയാണ്. ദിസ് ഇസ് റാങ്ക്.
ആ ഒരു സ്ലാങ് ആണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. എനിക്കിത് ബാലയാണ് ഡബ് ചെയ്തത്, കറക്റ്റ് ബാലയുടെ വോയിസ് പോലെ എനിക്ക് തോന്നി. അത് വല്ലാത്തൊരു കല്ലുകടിയായിരുന്നു സണ്ണി വെയിൻ്റെ സായിപ്പ് ക്യാരക്ടറിൻ്റെ ആ ഒരു മലയാളം പറച്ചിലെ കാര്യങ്ങളൊക്കെ. അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. പിന്നെ രഞ്ജി പണിക്കറിൻ്റെ ക്യാരക്ടർ പാപ്പൻ്റെ ചേട്ടനായിട്ടുള്ള, അപ്പോൾ അതിനും നല്ലൊരു ക്യാരക്ടറിനെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യൂഡ്, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡ്യൂഡിന് നല്ല രീതിയിൽ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡ്യൂഡ് അതിനനുസരിച്ച് ഡ്യൂഡിൻ്റെ ആയിട്ടുള്ള കുറേ കോമഡികളും പരിപാടികളും ഒക്കെ ഉണ്ട്. ഡ്യൂഡ് നല്ല രീതിയിൽ സ്ക്രീൻ യൂട്ടിലൈസ് ചെയ്തു, കൊടുത്ത ആ ഒരു സ്പേസ് നല്ല രീതിയിൽ പുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ആളുകളും ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ഒരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയത്. കാരണം നമുക്കിവരെ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം അറിയാം, ഇവർ ആരാണെന്നറിയാം, എന്താണെന്നറിയാം. പിന്നെ കുറച്ചൊരു ചെറിയ ഇവരുടെ ആ ഒരു പഴയ കാലം കാണിക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ പഴയ കാലം കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുറച്ചൊരു ലാഗിങ്ങും പരിപാടിയും പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതൊരു ജസ്റ്റിഫയബിൾ ആയിട്ട് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിൽ അതൊക്കെ കാണിച്ചാലേ ഇവരുടെ പഴയ കാലത്ത് ഇവർ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ആട് യൂണിവേഴ്സ് അറിയാലോ, ഓരോ യൂണിവേഴ്സിലും ഓരോരോ സാധനങ്ങളാണ്. ഫസ്റ്റ് പാർട്ടിൽ നീലക്കൊടുവേലി ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും കമ്മട്ടം, ഗജരാജമുത്ത്, അങ്ങനെയുള്ള കുറേ പരിപാടികൾ. തേർഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ ഇപ്പം വേറൊരു സാധനമാണ് സ്റ്റാർ ഡസ്റ്റ് അല്ലെങ്കിൽ നക്ഷത്ര ധൂളി എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെ പുതിയൊരു ഐറ്റം കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആട് 3 തന്നെ 2 പാർട്ടാണ്. ആട് 3യുടെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അപ്പോൾ നമ്മൾ ഇതെന്ത് ഇങ്ങനെ കൊണ്ട് ഒന്നും ഇല്ലാത്തടുത്ത് കൊണ്ട് നിർത്തിയത്. ഞാൻ വിചാരിച്ചു ഇനിയും കുറച്ചുകൂടെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ക്ലൈമാക്സ് കാണിച്ചിട്ടായിരിക്കും നിർത്തുന്നത്. പക്ഷേ അങ്ങനല്ല, പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് പിന്നെ 2-3 സീനും കൂടെ കാണിക്കും, ഇതാണ് അടുത്ത പാർട്ടി വരാൻ പോകുന്നുള്ളത്. അത് പെട്ടെന്നൊരു സഡൻ സ്റ്റോപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ബാഹുബലി ഫസ്റ്റ് പാർട്ടി ഇടുന്ന ഒരു ഫുൾ ക്ലോഷർ നമുക്ക് തരുന്നില്ല, പക്ഷേ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് ഉണ്ട്. അതായത് കാലകേയനെ വധിക്കുന്നു, ബാഹുബലിയാണ് നിങ്ങളുടെ അടുത്ത രാജാവെന്ന് രാജമാത പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു ബാഹുബലി എങ്ങനെയാണ് മരിച്ചത്, അപ്പോൾ കട്ടപ്പ ഒന്നു എന്ന് പറയുന്നു. ഒരു ക്ലോഷർ ഇല്ലാതെ കാര്യം കൊണ്ട് നിർത്തുന്നു. പക്ഷേ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സ് ഇല്ല, പുതിയൊരു സംഭവം ഓപ്പൺ ചെയ്തിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ പെട്ടെന്നൊരു സഡൻ സ്റ്റോപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. പക്ഷേ ആട് ഫസ്റ്റ് പാർട്ട് പോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള കോമഡീസ് ഒന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെ റിപ്പീറ്റ് വാല്യൂ ഉള്ള കോമഡീസ് ഒന്നുമില്ല. ആ ഒരു സ്പോട്ടിൽ കണ്ട് ചിരിച്ച് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോമഡികളാണ്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പല കോമഡികളെടുത്ത് വീണ്ടും വീണ്ടും ഇതിനകത്ത് സ്പൂഫ് പോലെ അടിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഹിറ്റായിട്ടുള്ള, ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഹിറ്റായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അരുതപ്പ് വരുത്, അങ്ങനെയുള്ള കുറേ ഡയലോഗുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആട് ഫസ്റ്റ് പാർട്ടിൽ. അപ്പം അങ്ങനെ ഹിറ്റാകാൻ തരത്തിലുള്ള ഡയലോഗുകളോ കോമഡികളോ ഒന്നും തേർഡ് പാർട്ടിൽ ഇല്ല. അതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ജസ്റ്റ് ഒരു ഫൺ റൈഡ്, അവർ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൺ റൈഡ്, കണ്ട് ജസ്റ്റ് എൻജോയ് ചെയ്ത് ചിരിച്ച് മറന്ന് കളയാൻ പറ്റുന്ന ഒരു സാധനം. പക്ഷേ ഇതിനകത്ത് പുതിയ കുറേ കാര്യങ്ങൾ, ആട് യൂണിവേഴ്സ് അല്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പുതിയ കുറേ കാര്യങ്ങൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതൊരു ശരിക്കും പറഞ്ഞ ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിക്കഴിഞ്ഞാൽ മൊത്തം തവിടുപൊടിയാകാൻ പോകുന്ന ഒരു സാധനം. ഈ ആട് 3 എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇത് കയ്യിൽ നിന്ന് പോകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലുമൊക്കെ കോമഡി ഈ പരിപാടിയൊക്കെ, പിന്നെ ആട് 3 എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ലോജിക്കോ കാര്യങ്ങളൊന്നും ആൾക്കാർ അങ്ങനെ നോക്കില്ല. ഒരു ഫൺ റൈഡ് പോലെ ചുമ്മാ കണ്ടിരിക്കാന്നുള്ള പടം. ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്നുകൂടെ കാണുക, അവരുടെ യൂണിവേഴ്സിലേക്ക് ചെല്ലുക, അവരുടെ മണ്ടത്തരങ്ങളൊക്കെ കാണുക എന്നുള്ളൊരു മൈൻഡൂടെ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ആളുകൾ പോകുന്നത്. അല്ലാതെ എന്താ പറയുന്നത്, വലിയ ബുദ്ധിജീവി കളിച്ചൊന്നും ആരും ഈ പടം കാണാൻ പോകാറില്ല. സോ അതുകൊണ്ട് തന്നെ പോയാലും ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഈ ഒരു ടൈം ട്രാവൽ കൺസെപ്റ്റൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി, ഇത് കൈവിട്ട് പോകുമോ, കുറച്ചുകൂടെ പണം സീരിയസ് ആക്കിയിട്ട് ഇതാവുമോ എന്നൊക്കെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, സംഭവം എല്ലാം നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ബി ജി എം എല്ലാം ഒന്ന് റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയിട്ടുണ്ടെന്ന് പറയാം. എല്ലാവരുടെ ബി ജി എം ഇപ്പോൾ 2 സംഗീത സംവിധായകരാണ് ഇപ്പോൾ ഈ സിനിമയ്ക്കകത്തുള്ളത്. ഫസ്റ്റ് പാർട്ടി ഷാൻ റഹ്മാൻ മാത്രമുള്ളതായിരുന്നു. ഷാൻ റഹ്മാൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ചെയ്താണ്. ഓരോ ബി ജി എമ്മും അത്രത്തോളം ഹിറ്റായ സാധനമാണ്, അത്രത്തോളം സോഷ്യൽ മീഡിയ ഭരിച്ച സാധനമാണ്. അപ്പോൾ അത് തന്നെ കുറച്ചുകൂടെ സെറ്റപ്പായിട്ടൊക്കെ വീണ്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആർട്ട് വർക്കൊക്കെ എടുത്തു പറയേണ്ട സാധനം കേട്ടോ. അതായത് ഇപ്പം വിനായകനും എല്ലാവർക്കും 2 കാലഘട്ടത്തിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറയല്ലോ. വിനായകൻ്റെ ഒരു വലിയ സ്കെയിലുള്ള ഇൻട്രോ ഒക്കെ ഉണ്ട്. രാത്രിയിലുള്ള വിഷ്വൽസ് ഭയങ്കര ഗ്രാൻഡ് ഫീൽ അതിന് കൊടുക്കുന്നു. അതായത് ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വലിയ ലോങ് വൈഡ് ഷോട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പട വരുന്നൊരു സീനാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ പന്തവും കൊളുത്തി പട വരിക എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ലൈറ്റും കത്തിച്ച് വരുന്നൊരു ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര ഗ്രാൻഡ് ഫീൽ തന്നൊരു സീനായിരുന്നു. ഏതൊരു ഹോളിവുഡ് സിനിമയിലെ ഒരു സീനെന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഒരു സീൻ. എനിക്ക് ആ ഒരു സീൻ കണ്ടപ്പോൾ ഭയങ്കര ഏതൊരു ഹോളിവുഡ് സിനിമയാണ് കാണുന്നത് എന്നുള്ളൊരു ഫീൽ കിട്ടിയ ഒരു സീനായിരുന്നു. ഭയങ്കര നൈസായിട്ട് ആ ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 1 ടൈം വാച്ചബിൾ വർത്തായിട്ടുള്ള പടം തന്നെയാണ്. അങ്ങനെ നമുക്കിതിനകത്ത് മോശമെന്ന് പറയാനൊന്നുമില്ല.
എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് പെട്ടെന്ന് അവസരം കൊണ്ട് നിർത്തിയത് മാത്രമാണ് എനിക്ക് എന്തോ ഒരു അസംതൃപ്തി തോന്നിയത്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്നുള്ളത്. സോ ടോട്ടലി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ് ആട് 3.